ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സനിമോൾസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് എനിക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടായത് എന്നതിനെ കുറിച്ചാണ്. ഓൾമോസ്റ്റ് എല്ലാ സ്ത്രീകളിലും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കാം വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക. അപ്പോൾ എന്റെ ലൈഫിൽ എനിക്കുണ്ടായ വെയിറ്റ് ഗെയിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളായിട്ടൊന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഭക്ഷണ രീതിയിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ എന്റെ ലൈഫിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യം. വേറൊന്നുമല്ല, ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട ക്വാണ്ടിറ്റിയിൽ കഴിക്കുമായിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫുഡിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യൂസസ് ഭയങ്കര കാര്യമായിരുന്നു. അതിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ഷുഗർ ആണ്. നമ്മളുടെ വണ്ണം കൂടാനായിട്ട് ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ള ഒരു കാര്യമാണ് ഷുഗർ. ഷുഗർ കട്ട് ചെയ്താൽ തന്നെ നമുക്ക് വലിയ വ്യത്യാസത്തിൽ നമ്മളുടെ വെയിറ്റ് കുറഞ്ഞു തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചോക്ലേറ്റ്സും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ ചോക്ലേറ്റ്സ് ആണെങ്കിലും നമ്മളുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ കാരണമാവുന്നതെന്ന് വെച്ചാൽ അതിനകത്തും ഒരുപാട് ഷുഗർ കണ്ടന്റ് ആഡഡ് ആണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ വെയിറ്റ് ഒരുപാട് കൂടാനായിട്ട് കാരണമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുഡില് നമ്മളുടെ കേരളത്തിലെ ഒരു ഭക്ഷണ രീതി അനുസരിച്ച് നമ്മളുടെ ഫുഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഭക്ഷണമാണ് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ. അപ്പോ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടില് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും ചോറും കറിയുമായിട്ടൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോ അങ്ങനെ വരുമ്പോ നമുക്ക് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഒരുപാട് കൂടുതലാവും. കാരണം നമ്മളിപ്പോ ഒരു പ്രാവശ്യം നമ്മൾ കഴിച്ചു, നല്ല കറിയൊക്കെ ആണെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ഇച്ചിരി കൂടി ചോറും ഇച്ചിരി കറിയും കൂടി ഇട്ടൊക്കെ കഴിക്കും. അങ്ങനെയൊക്കെ വരുമ്പോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോ നമ്മളുടെ വെയിറ്റ് ഒരുപാട് കൂടാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു കാര്യമാണ് നമ്മളുടെ ഉറക്കത്തിന്റെ കുറവും അതുപോലെ തന്നെ ഉറക്കം കൂടുതലും. അതുപോലെ തന്നെ നമ്മളുടെ ഉറക്കം കൂടിയാലും ശരി കുറഞ്ഞാലും ശരി, അത് ആ ഒരു ഉറക്കത്തിൽ ഉണ്ടാവുന്ന ആ ഒരു ഡിസ്റ്റർബൻസ് നമ്മളുടെ വെയിറ്റിനെ ഒരുപാട് ബാധിക്കും. അപ്പൊ നമ്മൾക്ക് വെയിറ്റ് കൂടാനായിട്ട് ഉറക്കത്തിൽ ഉണ്ടായ വ്യത്യാസവും ഒരുപാട് കാര്യമായിട്ടുണ്ട്. അപ്പോ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിലുണ്ടായ വ്യത്യാസം എനിക്ക് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറക്കത്തിലുണ്ടായ കാരണങ്ങളും പ്രശ്നമായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ്, അത് വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മളുടെ സ്ട്രെസ് ഹോർമോൺസ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഗെയിനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. നമുക്ക് കല്യാണവും അതിനോടനുബന്ധിച്ച് കുട്ടികളും ഫാമിലി ജോലി ഇതെല്ലാം കൂടി വരുമ്പോഴേക്കും നമുക്ക് ഉറപ്പായിട്ടും സ്ട്രെസ് ഉണ്ടാവും. അത് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം. അത് മാനേജ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഉറപ്പാണെങ്കിൽ നമുക്ക് വെയിറ്റ് ഗെയിൻ ആവും. അതുപോലെ തന്നെ പെൺകുട്ടികളിലെ സ്ത്രീകളിലൊക്കെ ഏറ്റവും കൂടുതൽ എപ്പോഴും ഇങ്ങനെ കല്യാണം കഴിയുമ്പോഴും കുട്ടികളാവുമ്പോഴും ഒക്കെ ഏറ്റവും കൂടുതൽ വ്യത്യാസം വരുന്ന ഒരു കാര്യമാണ് ഹോർമോൺസ്. നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് കൂടിയും കുറഞ്ഞും ഒക്കെ വരും. പ്രഗ്നൻസി ടൈമിലാണെങ്കിലും അതിനുശേഷമാണെങ്കിലും കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന സമയത്താണെങ്കിലും ഒക്കെ. അപ്പോ ഹോർമോണൽ ചേഞ്ചസ് ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ടും നമുക്ക് വെയിറ്റ് ഗെയിൻ ആവാനും എല്ലാം കാരണമാകും. അപ്പൊ ഈ പെൺകുട്ടികളിലുള്ള ഈസ്ട്രജന്റെ പ്രൊഡക്ഷൻ കൂടി വരുമ്പോൾ നമുക്ക് ഓൾറെഡി എന്തായാലും വെയിറ്റ് ഗെയിൻ ആയി തുടങ്ങും. നമുക്ക് പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ ധാരാളമായിട്ട് ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ആവും. അപ്പൊ ആ സമയത്ത് നമുക്ക് നന്നായിട്ട് വെയിറ്റ് കൂടി വരും. പിന്നെ അതുപോലെ തന്നെ കൂടുതലും പെൺകുട്ടികളിൽ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് തൈറോയിഡിന്റെ ഇഷ്യൂ. തൈറോയിഡിന്റെ ഇഷ്യൂ എനിക്ക് ഉണ്ടായിട്ടില്ലെങ്കിലും പെൺകുട്ടികളിൽ ഒരുപാട് പേർക്ക് തൈറോയിഡിന്റെ ഇഷ്യൂ കൊണ്ട് വെയിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോ തൈറോയിഡിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മൾക്ക് വെയിറ്റ് കൂടാം. പിന്നെ നമ്മളുടെ പാരമ്പര്യമായിട്ട് നമുക്ക് വണ്ണം വെക്കാന്ന് പറയും. അതായത് എന്റെ വീട്ടില് പപ്പയുടെ വീട്ടിലാണെങ്കിലും മമ്മിയുടെ വീട്ടിലാണെങ്കിലും എല്ലാവർക്കും തന്നെ വണ്ണുണ്ട്. വണ്ണമില്ലാത്തവര് വളരെ ചുരുക്കമാണ്. അപ്പോ അങ്ങനെ വരുമ്പോ അങ്ങനെ നോക്കുമ്പോഴും എനിക്ക് വണ്ണം കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഇതെല്ലാം പോരാഞ്ഞിട്ട് നമ്മൾക്ക് മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യായാമക്കുറവാണ്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജൂഡോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരുപാട് ബോഡി നമുക്ക് വർക്കൗട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഫിസിക്കലി നമ്മൾ ഫുൾ ആക്റ്റീവ് ആയിരുന്നു. 2015 ശേഷം ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പോ ആ ഒരു ജൂഡോ വർക്കൗട്ട് കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തു. പെട്ടെന്നുള്ള സ്റ്റോപ്പിംഗ് ആയിരുന്നു. അതായത് ഒരു 5-6 വർഷമായിട്ട് ത്രൂ ഔട്ട് ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന കുറെ വർക്കൗട്ടും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നിന്ന് കഴിയുമ്പോൾ അതിന്റെ ഒരു ഇത് നമ്മളുടെ ബോഡി എന്തായാലും കാണിച്ചു തുടങ്ങും. അതിന്റെ കൂടെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുക, സ്ട്രെസ് ഉണ്ടാവുക, ഉറക്കം കൂടുക, കുറയുക, ഇങ്ങനെയെല്ലാം വരുമ്പോഴേക്കും എന്താ പറയാ വണ്ണം കൂടാനായിട്ടുള്ള ഒരു ബൂസ്റ്റ് പോലെയായിരുന്നു നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. വർക്കൗട്ട് ഡെഡ് ആവുക, അതിന്റെ കൂടെ സ്ട്രെസ്, കുട്ടികള്, പ്രഗ്നൻസി, കല്യാണം എല്ലാം കൂടി ആയപ്പോഴേക്കും ആകെ തകിടം മറിഞ്ഞു.
അപ്പോ ഇങ്ങനെയൊക്കെയാണ് എന്റെ ഒരു ലൈഫിൽ വെയിറ്റ് കൂടിയിട്ടുള്ളത്. അപ്പോ എന്റെ ലൈഫിൽ ഇങ്ങനെ വെയിറ്റ് കൂടിയ കാര്യം ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നമ്മൾക്ക് എന്ത് ചെയ്യണമെങ്കിലും, അതായത് ഇപ്പൊ വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് കൂടിയതെന്ന് കണ്ടുപിടിക്കണം. അപ്പോ എന്റെ വെയിറ്റ് കൂടാനുണ്ടായ കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് ഞാൻ ഇങ്ങനെ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിക്കും. അപ്പോൾ ഇനി ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ അപകടകരമായിട്ടുള്ള ഈ വെയിറ്റിൽ നിന്നും നമ്മൾ ഡൗൺ ചെയ്ത് നല്ല എന്താ പറയാ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റിലേക്ക് എത്തേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ കടമ്പയല്ല, നല്ലൊരു കടമ്പയുണ്ട്. അപ്പോ അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം, ഡയറ്റ് ചെയ്യണം, അതുപോലെ തന്നെ നന്നായി ഉറങ്ങണം, നമ്മൾ സ്ട്രെസ് ഒക്കെ കൺട്രോൾ ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പൊ നമ്മൾക്ക് എന്തൊക്കെയാണ് പോരായ്മകൾ എന്ന് കണ്ടെത്തിയാൽ മാത്രമാണ് നമുക്ക് അതെല്ലാം നികത്തി നമുക്ക് ലെവൽ ചെയ്ത് നമ്മളുടെ ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോ ഞാൻ എന്തായാലും ഇപ്പോ അതിനുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ വെയിറ്റ് ഗെയിൻ ആയതെല്ലാം ഒന്ന് കൺട്രോൾ ആക്കി എന്റെ കൈപ്പിടിയിൽ ഒതുക്കി കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ കൂടിക്കോ, നമുക്ക് ഒരുമിച്ച് വെയിറ്റ് കൺട്രോൾ ചെയ്യാം, വെയിറ്റ് കുറയ്ക്കാം, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോ ഇതിനോടനുബന്ധിച്ച് ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറ്റ് പ്ലാൻസും, എനിക്ക് കല്യാണത്തിന് മുമ്പ് എനിക്ക് വണ്ണം വെച്ചായിരുന്നു. ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ വണ്ണം വെച്ചായിരുന്നു. അതിനുശേഷം കല്യാണമൊക്കെ അടുക്കാറായപ്പോ ഞാൻ വെയിറ്റ് ലോസ് ചെയ്തതാണ്. അപ്പൊ എനിക്ക് എന്തായാലും നല്ലൊരു ഉറപ്പുണ്ട് എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ നമുക്ക് എന്തായാലും ഒരുമിച്ച് വെയിറ്റ് ലോസ് ചെയ്യാം. അപ്പോ എന്റെ വെയിറ്റിലുണ്ടായ ആ ഒരു ഡിഫറൻസും കാര്യങ്ങളെല്ലാം നമുക്ക് തുടർന്നുള്ള വീഡിയോസ് വഴി നമുക്ക് അതൊരു യാത്രയായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അപ്പോ വെയിറ്റ് ലോസ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മളുടെ വെയിറ്റ് ഗെയിൻ ആവാനുള്ള കാരണങ്ങൾ എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതെല്ലാം ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.